നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് ആടുജീവിതം, ദ ഗോഡ് ലൈഫ്. നമുക്ക് എപ്പോഴും ഈ ആടുജീവിതം എന്ന് പറയുന്നതിന് മുൻപ് ഒരു ഇത്ര മാത്രം നമുക്ക് ഒരു മരവിപ്പ് ഉണ്ടാകുന്നുണ്ട്, ഒരു വേദനയൊക്കെ ഉള്ളിൽ തോന്നും. അതിനുശേഷം നമുക്കത് ദ ഗോഡ് ലൈഫ് എന്ന് പറയാൻ പറ്റുന്നത് അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് സിനിമ കണ്ടതിൻ്റെ എഫക്റ്റ് ആവാം. സിനിമ കണ്ടതിന്റെ എഫക്റ്റ് തന്നെയാണ്. അതെ, എന്തായാലും സിനിമയിൽ നജീബ് നമുക്കൊരു വലിയ നോവാണ്. അതുപോലെ തന്നെ ഹക്കീം കഥാപാത്രം ചെയ്ത ഗോകുലിൻ്റെ പെർഫോമൻസ് വേറെ ലെവലാണ്. അതായത് പൃഥ്വിരാജിനെ അഭിനന്ദിക്കുന്നത് പോലെ തന്നെ ഗോകുലിനെയും അതേ ത്രാസിലിട്ടിട്ട് നമുക്ക് എന്തായാലും അഭിനന്ദിച്ചേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അതായത് ഗോകുൽ എന്ന് പറഞ്ഞ ആള് ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. അതെ, അത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ പോസിറ്റീവ്. കാരണം ആദ്യമായിട്ട് അഭിനയിക്കുന്നു, അതും ബ്ലെസ്സിയുടെ സംവിധാനത്തിൽ, കൂടാര പൃഥ്വിരാജ്. പിന്നെ മാത്രമല്ല, സാധാരണ ഒരു കഥാപാത്രം ചെയ്യുന്നത് പോലെ അല്ല ആടുജീവിതത്തിലെ എല്ലാ കഥാപാത്രങ്ങളും. ഈ ഹക്കീം എന്ന കഥാപാത്രം നമുക്ക് ഞെട്ടിക്കുന്ന കഥാപാത്രമായിരുന്നു. ഈ നജീബിൻ്റെ കഥാപാത്രം പോലെ തന്നെ നമുക്ക് ഞെട്ടിക്കുന്നൊരു കഥാപാത്രമായിരുന്നു. പലരും ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമുക്കറിയാൻ പറ്റിയ ചില കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊരു മിസ്റ്ററി ആയിട്ട് തന്നെ തുടരും കേട്ടോ. നമ്മൾ പറഞ്ഞാലും അതിൽ താഴെ കുറേ കമൻസ് അവർക്കറിയുന്ന കാര്യങ്ങൾ പറയും, എന്നാലും അപ്പോഴും ഇത് മിസ്റ്ററി തന്നെ. കാരണം ഞാൻ അത് കേട്ടപ്പോഴും ഞാൻ ഞെട്ടിയായിരുന്നു. അപ്പോൾ നമുക്കത് അറിയില്ല, നമ്മൾ അറിയാത്ത കാര്യമായിരുന്നു. നോവലിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് നമുക്കറിയുന്ന സിനിമയിലും കാണിച്ചിട്ടുള്ളത്, അതാണ് നമ്മുടെ മുന്നിലുള്ള സംഭവം. നമുക്കറിയുന്ന ഹക്കീം അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറൊരു രീതിയിൽ ഹക്കീമിന്റെ നമുക്ക് അറിയേയില്ല, ഒരു കഥ പോലും അറിയില്ല. നജീബിന്റെ കഥയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്, പറഞ്ഞും പോണം. അതിന്റെ കൂടെ വരുന്ന ഒരു ക്യാരക്ടറായിട്ട് മാത്രമേ ഉള്ളൂ ഹക്കീം എന്നുള്ളത്. പക്ഷെ ഹക്കീമിന്റെ ജീവിതവും ഇതുപോലെ തന്നെ സംഭവ ബഹുല വേറൊരു രീതിയിലുള്ള ജീവിതം തന്നെയായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും ഹക്കീമായിട്ട് ഗോകുല് നിറഞ്ഞാടി. നമുക്ക് ശരിക്കും നമ്മൾ ആ സിനിമ കണ്ടിട്ട് ഞെട്ടിപ്പോയതാണ്. വേറെ ലെവലാണ്. ഈ പയ്യൻ നമ്മുടെ മലയാള സിനിമയിലേക്ക് ഒരു ഭാവി താരം തന്നെയാണ്. ഞാൻ ശരിക്കും ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചതായിരുന്നു, ഇപ്പം വേറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാരണം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാൾക്ക് അത് ഫസ്റ്റ് സിനിമയിൽ തന്നെ ഇത്രയും അഭിനയിക്കാനുള്ളൊരു സന്ദർഭങ്ങൾ കിട്ടുക. അതൊരു ഭാഗ്യം ചെയ്യാൻ വേണം. പിന്നെ അതിനു വേണ്ടിട്ട് അതിനു വേണ്ടിട്ട് പിന്നെ എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ, അതായത് ശരീരം കൊണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സാധനം രണ്ടുപേരുടേതും വേറെ വേറെയാണ്. ആളൊരു ചെറിയ പയ്യനാണ്, ആളിതിനിങ്ങനെ എഫേർട്ട് ഇടുന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അത്. ആളും പല സ്ഥലങ്ങളിലേ തളർന്നു വീണിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ശരീരത്തിലേക്ക് വേണ്ട സംഭവം ചെന്നില്ലെങ്കിൽ തളർന്നു വീഴും. പക്ഷെ ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ പോണേ. ഫസ്റ്റ് സിനിമയ്ക്ക് വേണ്ടി തന്നെ ഇങ്ങനെ ഒരു എഫേർട്ട് അധികം ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഫസ്റ്റ് ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് എടുത്ത ഒരാള് അതിനുള്ള റിസൾട്ട് കിട്ടി എന്നുള്ളതാണ്. അതായത് ഏതൊരാൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാല് ഈ നടൻ ഏതാ എന്നങ്ങ് ചോദിച്ചു അറിയാൻ ആഗ്രഹിക്കും. അല്ലാണ്ട് ഇതൊരു പുതുമുഖ നടനാണെന്നൊന്നും ആരും ഓർക്കില്ല, അറിയില്ല. അത് അത്ര ഗംഭീരമായിട്ട് ആള് അഭിനയിച്ച് വരുത്തി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്തായാലും നോവലിൽ ആൾ ഇതുപോലെ നമ്മൾ സിനിമയിൽ കണ്ടതുപോലെ തന്നെ ആൾ മരിച്ചു പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ അതായത് ബിന്യാമിൻ പറയുന്നത് നജീബും പറയുന്നത് അങ്ങനെയാണ്. അതായത് ഈ ഹക്കീം എന്ന കഥാപാത്രം ആളുടെ കൂടെ പോയി ശേഷം മറ്റൊരു ഫാമിലിയിലേക്ക് മാറുന്നു. ഇതൊരു ആടുജീവിതം പോലെ തന്നെ മറ്റൊരു ഗോഡ് ലൈഫാണ് ആളുടേത്. അതിനുശേഷം ഇവർ കണ്ടുമുട്ടുന്നു. ശേഷം ഇവർ ഒരുമിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മരിച്ചു പോയിട്ടില്ല, പാതി വഴിയിൽ പോയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അവർ ഇതുപോലെ രക്ഷപ്പെട്ടു. അതിനുശേഷം ആൾ പിടിയൊന്നും കൊടുത്തില്ല, മാത്രമല്ല മറ്റൊരു ജോലി കണ്ടെത്തി അവിടെ ആള് പിന്നെ അങ്ങ് മാഞ്ഞു പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ആളെ എങ്ങോട്ടാണ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിയില്ല. അതെ, ഇത് മറ്റു ചിലർ പറയുന്നുണ്ട് ഇതൊരു ഫിക്ഷൻ ക്യാരക്ടറാണ്. ആളുടെ കൂടെ പോയ ഒരു ക്യാരക്ടറാണ് ഹക്കീം. അതായത് ഗൾഫിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ആൾ വേറെ ജോലിക്ക് പോയി, കൂടെ ഒന്നല്ല വേറെ ജോലിക്ക് പോയി. പിന്നെ ഹക്കീമിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ബിന്യാമിൻ്റെ ഭാവനയിൽ പിന്നെ അതിന് ശേഷം ഈ ഒരു ക്യാരക്ടറിനെ ഈ നജീബിൻ്റെ കൂടെ ചേർത്ത് പിന്നെ ഒരു ഫിക്ഷൻ സ്റ്റോറിയാക്കി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെയല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ബിന്യാമിനും നജീമൊക്കെ പറയുന്നത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആളുടെ ജീവിതത്തിലുണ്ടായ സംഭവം. ആള് പറയുന്നതിൻ്റെ അത്ര വേറെ ആര് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം നജീബ് തന്നെ പറയുന്നുണ്ട് ആള് വേറെ
അതായത് ആളങ്ങനെ അവിടെ വെച്ചിട്ട് ആൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അതെ എന്ന്. അതെ അത് സംഭവിച്ചു എന്നുള്ളത് ആ നോവലിന് വേണ്ടിയിട്ട് അതെ എഴുതി ചേർത്തതാണെന്നാണ് പറയുന്നത്. മരിച്ചത്. യെസ്. എന്തായാലും നജീബ് ഇതിനെക്കുറിച്ച് നാട്ടിലെത്തിയതിന് ശേഷം ഈ ഹക്കീമിനെ കുറിച്ച് തിരക്കിയോ ഫാമിലിയെ പോയി കണ്ടോ, ഇത് നമ്മൾ സിനിമ കാണുമ്പോൾ ഈ ഹക്കീമിൻ്റെ കുടുംബം എന്ത് എന്ന് നമുക്ക് മനസ്സിലേക്ക് തോന്നും. കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതായത് എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് ഇൻസ്റ്റയിലൊരു ഫ്രണ്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഇട്ടെന്നിട്ടാണ് ഈ ഒരു പാലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ, ഈ ഒരു പുഴ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ നാടാണത്. അപ്പോൾ ആൾ നജീബിൻ്റെ അടുത്താണ്. അപ്പോൾ നജീബ് ഖാനെയൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഹക്കീം എന്താണ്, അതായത് ആളുടെ ഫാമിലി എന്താണ് എന്നുള്ളത്. ഹക്കീം ഇതുപോലെ തന്നെ ഹക്കീമിനെ ഒരു സന്ദർഭത്തിൽ കൊണ്ടുപോയിട്ട് ഒരു മകനെ പോലെ കൊടുക്കുകയാണല്ലോ ഒരു അമ്മ. അപ്പോൾ അത് മാത്രമേ നജീബിന് ഹക്കീമിനെ കുറിച്ച് അറിയുള്ളൂ. ഇവർ ഏത് നാട്ടുകാരാണെന്നോ ഹക്കീം എന്താണെന്നോ ശരിക്കും അറിയില്ല. അതിനുള്ള സമയവും കിട്ടിയിട്ടില്ല. ആ സിനിമ കണ്ടാൽ അറിയാം. അപ്പോൾ ഹക്കീമിൻ്റെ ഫാമിലിയും കാര്യങ്ങളും ഹക്കീമിനെ കുറിച്ചുള്ള എല്ലാം അതൊരു മിസ്റ്ററി ആയിട്ട് തന്നെ തുടരുകയാണ്. അത് എന്താ നമുക്ക് ഇപ്പോൾ സിനിമയിൽ എന്താണ് വേണ്ടത് അതാണ് നമുക്ക്. അത് അല്ലാണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് ഹക്കീമിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് ഇതല്ല സംഭവിച്ചിട്ടുള്ളത് എന്നും അറിയാം. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇത് ഈ നോവൽ വായിച്ചിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെ മുന്നിൽ ഹക്കീം എന്ന് പറഞ്ഞ ആള് അവിടെ മരിച്ചു പോയിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അത് തന്നെയായിരിക്കും അവരുടെ ഉള്ളിലൊക്കെ ഉണ്ടാകുക. ഇപ്പൊ അതാ ഞാൻ പറഞ്ഞ ഇന്നലെ ഇത് കേട്ടപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതെ, ഈ ഫാമിലി ഇപ്പോ ഈ ഒരു ആടുജീവിതം വായിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാത്തതാവാം. അവരത് ഒളിപ്പിച്ച് ഇങ്ങനെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം മേ ബി മുന്നോട്ട് വരാത്തത്. പക്ഷെ നജീബ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. പക്ഷേ അതിന് കാരണം ആളുടെ കൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ച് മരിച്ചു പോയി എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കാണുന്നത്. മരിച്ചു പോയെങ്കിൽ നമുക്ക് എന്തായാലും നജീബ് അതിന് ശേഷം പോയിട്ട് ആ ഫാമിലിയെ തെരഞ്ഞു പിടിച്ച് കണ്ടിട്ടുണ്ടാവാമെന്ന് നമ്മൾ കരുതും. പക്ഷെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ആളുടെ ഉള്ളിൽ തന്നെ ഇപ്പൊ നമുക്ക് ഇതൊക്കെ പറയുമ്പോൾ അപ്പത്തെ സാഹചര്യം കൂടി മനസ്സിലാക്കണം. അതെ, അവരുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ഫാമിലി എന്നുള്ളൊരിതിലേക്ക് പിന്നെ ആളുടെ ക്യാരക്ടർ, അതായത് അവിടെ വെച്ച് ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് വന്ന മാറ്റങ്ങൾ, അതായത് ഉൾവലിഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ അത് മാത്രമല്ല, ബെന്യാമിൻ ഈ കഥ എഴുതുന്നത് ഗൾഫിൽ വെച്ചിട്ടാണ്. അപ്പോൾ എപ്പോഴെങ്കിലും വീണ് കിട്ടുന്ന 1-2 വാചകങ്ങളിൽ നിന്നാണ് ഓരോ സമയങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അതായത് നജീബ് എല്ലാം വിട്ടു പറയുന്ന, അല്ലെങ്കിൽ ഒറ്റയിരുപ്പിലെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരാളല്ല. അത് നമുക്കിപ്പോൾ ഇന്റർവ്യൂവിൽ കാണുമ്പോഴും അല്ലെങ്കിൽ ആള് പുറത്ത് നമ്മൾ എങ്ങനെയൊക്കെ വീഡിയോയിൽ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആളൊരു ഇൻട്രോവേർട്ട് ആണെന്നുള്ളത്. കാരണം സിമ്പിളാണ്. ഇപ്പൊ ബെന്യാമിൻ പറഞ്ഞ പോലെ തന്നെ ഒരു 3 ദിവസം ഒരു റൂമിൽ അടച്ചിട്ടിരുന്നുണ്ടെങ്കിൽ ഒരാളുടെ മാനസികാവസ്ഥ എന്താവുന്നുള്ളത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. അപ്പം 2 കൊല്ലം 3 കൊല്ലം ഒന്നുമില്ലാണ്ട് ഒരാളോടും പറയാനും ഒരു പരിഭവം പറയാൻ പോലും ഇല്ലാണ്ട് ആ ഒരു 3 വർഷം ജീവിച്ച, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചോദിക്കാൻ പോലും പറ്റാതെ 3 വർഷം ജീവിച്ച ആളോട് പുറത്തിറങ്ങിയാലും ആളോട് പോയിട്ട് എന്തെങ്കിലും ചോദിച്ചാലും ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്തെങ്കിലും പറയാൻ പോലും. അപ്പോൾ ഈ ഒരു സ്റ്റോറി എഴുതാൻ നേരത്ത് ബെന്യാമിൻ എന്തോരം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അതായത് ആള് പറഞ്ഞു കൊടുക്കണം, എപ്പോഴെങ്കിലും പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എഴുതി ഇത്രയും ഭയങ്കര, അതായത് ഇത്രയും ഹിറ്റായ ഒരു നോവല് അതുകൊണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. അത് ഇത്ര വൈകാരികപരമായിട്ട് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരുക്കി വെക്കുക, എഴുതി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അത് അത്രത്തോളം ഫീൽ ചെയ്യാം. പിന്നെ ആളൊരു പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു ആ സമയത്താണ്. അപ്പോൾ ആൾക്ക് അത് കുറച്ച് റിലേറ്റ് ചെയ്യാനും പറ്റും അങ്ങനെ തന്നെ. എന്തായാലും നജീബിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നജീബിനെ അറിയില്ലായിരുന്നു ഹക്കീം ഏത് നാട്ടുകാരനാണ്, എവിടെ നിന്നാണ് വന്നതെന്നൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അന്വേഷിക്കാനും ആൾക്ക് കഴിയില്ല. പിന്നെ ആളുടെ ആ ഒരു സിറ്റുവേഷൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരാള് ചിലപ്പോൾ പിന്നീട് പോയിട്ട് അത് അന്വേഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം അത് ഇങ്ങനത്തെ രീതിയിൽ തന്നെ അത് ശരിക്കും അത് ഹക്കീമിനെ കുറിച്ചും അല്ലെങ്കിൽ ഹക്കീമിന്റെ ഫാമിലിയെ കുറിച്ചും അറിയണമെങ്കിൽ അവര് മുന്നോട്ട് വരിക, അല്ലാണ്ട് വേറൊരാൾക്കും വേറെ ഓപ്ഷൻ ഇല്ല അതില്. എന്താണെങ്കിലും ഗോകുൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ അഭിനയത്തെ നമുക്ക് എത്ര കൈയടിച്ചാലും മതിയാവില്ല. എഫേർട്ടും അത്ര ഗംഭീരമായിട്ട് തന്നെ പൃഥ്വിരാജിന്റെ ഒപ്പം തന്നെ കിടപിടിക്കുന്ന പോലെ തന്നെ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അത് പല സാധനങ്ങളുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ ഒരു സീന്. അതായത് ഒരു മരണം നമ്മൾ കണ്ടിട്ട് ഇത് ഒറിജിനൽ ഒരാൾ ഇങ്ങനെ മരിക്കുന്ന സീന് നമുക്കത് ആ ഒരു ഫീലോടെ നമുക്ക് കാണാൻ പറ്റിയത്
ആളുടെ പെർഫോമൻസ് കൊണ്ട് തന്നെയാണ്. ചിന്തിക്കാൻ പറ്റില്ല ആ ഒരു സീൻ കേട്ടോ ഇപ്പോഴും. ആ കണ്ണും മുഖവും ചുണ്ടൊക്കെ മാറുന്നത്, നാവ് കടിച്ചു പിടിക്കുന്ന രീതി, നാവിൽ തന്നെ പല രീതിയിൽ നമ്മൾ നാവൊക്കെ ഒരു സൈഡിലോട്ട് കടിച്ചു പിടിക്കുന്നുണ്ട്. ഇത് നാവ് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നത്, ഉണങ്ങിയിട്ട് ഇങ്ങനെ നാവ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇടാനും പറ്റിയിട്ടില്ല, എങ്ങനെ വെച്ചിരിക്കല്ലേ. അതായത് നമ്മള് എന്തെങ്കിലും ഒരു സാധനം ഇറച്ചിയൊക്കെ ഉണക്കി അങ്ങനെ ഉണ്ടോ അങ്ങനെ മുകളിലോട്ട് ചെരിഞ്ഞൊക്കെ നിൽക്കില്ല, അതേപോലെ നാക്ക് ഇങ്ങനെ മുകളിലോട്ട് ഉണങ്ങിയിരിക്കുന്നു, സംസാരിക്കാൻ പറ്റാതെ. വല്ലാത്തൊരു ഫീല് തന്നെ. എന്തായാലും കൊടൂര അഭിനയം തന്നെ അണ്ണാ, രക്ഷയില്ല, ഗംഭീരം. അത് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് ആളുടെ ഏറ്റവും വലിയ ലക്ക് എന്ന് പറയണം. കൃത്യമായിട്ട് ആളെ കണ്ടെത്തി തന്നെ കൊടുത്തു, അതിനുള്ള ആള് എഫേർട്ട് കൊടുത്തു, അതിനുള്ള പൊട്ടൻഷ്യൽ ആൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലെ ഓരോരുത്തരുണ്ട്, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇങ്ങനെ എടുത്തു പറയേണ്ടത്. എന്തായാലും വരാം മറ്റുള്ള വിശേഷങ്ങളുമായിട്ട്. ബൈ.